തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതികൾ വന്ന 5 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ഇപ്പോഴും ഇത് പ്രാബല്യത്തിലായില്ല. ഇതോടെ വീട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ സാധ്യമാകാതെ പ്രതിസന്ധിയിലാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും പൊക്കോളി കർഷകരും. കെട്ടിടം പുതുക്കി പണിയാനാകാതെ എറണാകുളം എടവനക്കാട് വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ് ഇവർ. ഞാനിപ്പോൾ വാടകയ്ക്ക് പോയേക്കുന്നത്. ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തുടങ്ങി നമ്മൾ ഈ കർഷകരായതിൻ്റെ പേരിൽ പാടത്ത് ഈ പണിയെടുത്താനുള്ള ഇത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പേരിൽ മൊത്തം 4 വീട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാക്കി 16 വീട്ടുകാരുണ്ടായിരുന്നു. അവർ കുറേ ആൾക്കാർ പോയി ഇവിടുന്ന്. 2019 തീരദേശ പരിപാലന നിയമം പരിഷ്കരിച്ച് കേന്ദ്ര വിജ്ഞാപനം ഇറക്കിയെങ്കിലും 2011 മാർഗനിർദ്ദേശങ്ങളാണ് സംസ്ഥാനം ഇപ്പോഴും പിന്തുടരുന്നത്. ഇതുപ്രകാരം കൃഷിയിടങ്ങളുടെയും ജലാശയങ്ങളുടെയും വരമ്പിൽ നിന്ന് 50 മീറ്റർ നിർമ്മാണ നിരോധിത മേഖലയാണ്. വേലിയേറ്റത്തെ തടയുന്ന തൂമ്പുകളും ബണ്ടുകളുമുള്ള സ്ഥലങ്ങളിൽ വേലിയേറ്റ രേഖ കണക്കാക്കേണ്ടത് ഇത്തരം സംവിധാനങ്ങളുടെ അതിർത്തിയിലാണെന്ന തിരുത്തൽ 2011 നിയമത്തിൽ വീണ്ടും ഭേദഗതി വരുത്തിയെങ്കിലും ഇതുപോലും അനുവദിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പെരക്ക് നമ്പർ കിട്ടിയിട്ടില്ല. ഞാൻ ഈ CR സെന്റ് വന്നേക്ക് മുമ്പ് അപേക്ഷ വെച്ചാണ്. അപ്പോൾ ഓവർസീർ വന്നിട്ട് കണ്ടിട്ട് പുള്ളി പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇട്ട് തന്നിട്ട് പിന്നെ ആളുകളൊന്നും തിരിഞ്ഞു വന്നിട്ടില്ല. അവരിപ്പോഴും കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നെയില്ല. അവർ സംസ്ഥാന സർക്കാരിനെ തള്ളിപ്പറയുക, സംസ്ഥാന സർക്കാർ പഞ്ചായത്തിനെ പറയുക, ഇങ്ങനെ ഇവർ തമ്മിലൊരു ഉരുണ്ടുകളി കളിക്കണം. 2019 ലഭിച്ച ഇളവുകൾ ഉപയോഗപ്പെടുത്താൻ എത്രയും വേഗത്തിൽ മാപ്പിംഗ് പൂർത്തിയാക്കി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ മെല്ലെപ്പൂക്കു നയം തുടരുകയാണ്. ഒരുപാട് പേർക്ക് വീട് നിർമ്മാണത്തിന് ഇളവ് നൽകാൻ കഴിയുന്ന ഭേദഗതിയാണ് 2020 മെയ് 1 കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത്. നിരവധി സമരമുറകൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുകൂലമായൊരു തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെയും നിലനിൽപ്പിന് തന്നെ ഈ നിയമം ഇപ്പോൾ ഒരു പ്രതികൂലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉൾനാടൻ മത്സ്യബന്ധനം ഉൾപ്പെടെ ഉപജീവന മാർഗമാക്കിയവർ തീരം വിട്ടു പോകുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് പരമ്പരാഗതമായി അവർ ചെയ്തുവന്ന വരുമാന മാർഗം കൂടിയാണ്. അക്ഷയ് വേസിനൊപ്പം മോസ്ന സു, മീഡിയ 1, കൊച്ചി.